ഹലോ, ഒരു ചെറിയ ഊണിൻ്റെ ഒരു കൊതിയുള്ള ഒരു ഊണിൻ്റെ കഥയാണ് കേട്ടോ. എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന ചില കറികളുടെ ഒരു ടേസ്റ്റൊക്കെ ചില ദിവസം ഭയങ്കര വിഷമം തോന്നിയിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഊണാണ്. ഊണി വിളമ്പി വെച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതിന് ഞാൻ അതിന് അയല വറുക്കാനായിട്ട് അയല ക്ലീൻ ചെയ്ത് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചക്കുരുമുളകും കറിവേപ്പിലയും ഇഞ്ചിയും മുളക് പൊടിയും ഒരു മുറി നാരങ്ങയുടെ നീരും എല്ലാം കൂടെ ചേർത്ത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ച് പുരട്ടി മാറ്റി വെച്ചു. അങ്ങനെ നമുക്ക് അരപ്പെല്ലാം കൂടെ പുരട്ടി മാറ്റി ഒരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഞാൻ ഇടയ്ക്ക് ഞാൻ ഓരോ ജോലിക്കായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ചക്കക്കുരു മാങ്ങയും ചെമ്മീനും വെക്കണം എന്ന് തോന്നി. ചെമ്മീൻ ഇങ്ങനെ വറുത്തെടുത്തു. പിന്നെ മാങ്ങ അറിയാമല്ലോ, ചക്കക്കുരു എല്ലാം ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. എല്ലാം ക്ലീൻ ചെയ്തെടുത്തു. ചക്കക്കുരുവിനെ ക്ലീൻ ചെയ്ത് തന്നെ കുക്കറിലേക്കാക്കി കൂടെ മാങ്ങ അരിഞ്ഞിട്ടു. പിന്നെ ഒരു എന്താ പറയുക മുളക് പൊടി, ഉപ്പ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ചു. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള ചെമ്മീനിനെ വറുത്ത ചെമ്മീനില്ല, അതിനെ ചതച്ച് മാറ്റി വെച്ചു. അത്രയും മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമുക്ക് അരപ്പുണ്ടാക്കി വെക്കണം ഇതിനുള്ളതെന്ന്. അപ്പോൾ തേങ്ങയും ജീരകവും ഒക്കെ കൂടെ സെറ്റാക്കി അരച്ച് വെച്ചു. അതിനുശേഷം എന്താ മീൻ വറുത്തെടുത്തു കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിരുന്ന മീനില്ലേ, അത് വറുത്ത് നല്ല മുളകൊക്കെ, ആ മുളകിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ പൊന്നോ, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കഷ്ണം വെന്തിരിപ്പുണ്ട്. കഷ്ണത്തെ നന്നായിട്ട് ഉടച്ചു. നമ്മൾ ഓൾറെഡി അരപ്പ് റെഡിയാക്കി വെച്ചേക്കുന്നതായതുകൊണ്ട് അരപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അത് അരച്ച പാത്രം കഴുകി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. വറുത്ത് വെച്ച് പൊടിച്ച് വെച്ച് ചെമ്മീൻ ചേർത്തു. പിന്നെന്താ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയൊക്കെ അങ്ങ് ഒഴിച്ചെടുത്തപ്പോൾ നമ്മുടെ അടിപൊളി കൂട്ടാൻ റെഡിയായി. ഇതെൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ്. എനിക്ക് ഭയങ്കര കൊതിയുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾക്കും ഉണ്ടാവില്ല അങ്ങനെ? ഇതും അതുപോലെ ഒരു സംഭവമാണ് കേട്ടോ. കുറച്ച് ചെമ്മീൻ തലയും മാലും ഒക്കെ പറിച്ചിട്ട് അതിലേക്ക് ഒരു പച്ചക്കാന്താരിയാണെങ്കിൽ ടേസ്റ്റ് കൂടും. പഴുത്തതാണ് ഞാൻ ചേർത്ത് 2-3 ഉള്ളിയും ചേർത്തിട്ട് കല്ലിൽ പോയി അരയ്ക്കാനൊക്കെ ഉള്ള ഒരു മടി കൊണ്ട് ഇത്രയല്ലേ ഉള്ളൂ, ഇടികല്ലിൻ്റെ കുഴ വെച്ചിട്ട് ആ പ്ലേറ്റ് വെച്ച് തന്നെ ഇടിച്ച് കുത്തിയെടുത്തു. എൻ്റെ പൊന്നോ, ഈ ചെമ്മീൻ ചമ്മന്തി മാത്രം മതി. ഇത് പറയുമ്പം തന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ചതച്ചെടുത്തിട്ട് നല്ല എരിവിൽ ചതച്ചെടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങി തരും. ഇത് മാത്രം മതി ഒരു പാത്രം ചോറുണ്ണാനായിട്ട്. പിന്നെ എന്താ, ഞാൻ ഇലയിട്ടു ചോറൊക്കെ വിളമ്പുകയാണ് കേട്ടോ. ഞാൻ രാവിലെ തന്നെ ചമ്മന്തി അരച്ചും തോരൻ വെച്ചുമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ബീൻസ് മെഴുക്ക് പുരട്ടി. ഇപ്പോൾ ചോറ് പാകത്തിന് വിളമ്പി. ഇത് കാണാൻ തന്നെ എനിക്ക് വിളമ്പുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. മോളടുത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പം നാരങ്ങ അച്ചാർ വെച്ചു. പിന്നെ എന്താ, അച്ചാർ വെച്ചതിന് ശേഷം ഞാൻ മുളക് വറുത്തുണ്ടായിരുന്നു. ഞാൻ എന്താ വെക്കണ്ടേ, എങ്ങനെ വെക്കണം എന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക്. അപ്പോഴാണ് എന്നാൽ പിന്നെ പപ്പടം വയ്ക്കാൻ മോള് പറഞ്ഞു. അപ്പോൾ ഞാൻ പപ്പടം എടുത്ത് വെച്ചു. പിന്നെ 2 മുളക് വറുത്തത്. എൻ്റെ പൊന്നോ, അത് മതി ചോറ് കഴിക്കാൻ. എല്ലാം എനിക്ക് അങ്ങനെ ഒന്നിനൊന്ന് ഇഷ്ടമുള്ളതാണ് കേട്ടോ. പിന്നെ എന്താ, ബീൻസ് മെഴുക്ക് പുരട്ടി രാവിലെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ നമ്മുടെ ചമ്മന്തി, ചെമ്മീൻ ചമ്മന്തി, അത് കണ്ടാൽ അപ്പം ചോറ് കഴിക്കാനായിട്ട് എനിക്ക് ടെൻഡൻസി വരും കേട്ടോ. പിന്നെ മീൻ വറുത്തത്, അയല വറുത്തത്. ആ മുളകൊക്കെ എന്ന് പറഞ്ഞാൽ ആ മുളക് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്, വയറ് നിറയെ കഴിക്കാനായിട്ട്. അതിൻ്റെ അരപ്പ് പോലെ നമ്മൾ അരച്ചെടുത്തില്ല, അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കയറി കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ മീൻ അടിപൊളിയാണ്. പിന്നെ നല്ല എന്താ പറയുക, പുളിയിട്ട് കുടംപുളി ഇട്ട് വെച്ചിരുന്ന തലേദിവസത്തെ അയലക്കറി ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അയലക്കറി. ഇതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കയറി നോക്ക്, നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, നല്ല ഇഷ്ടമാവും. അപ്പോൾ അയലക്കറി ഉണ്ടായിരുന്നു, അത് വിളമ്പി. പിന്നെയാണ് നമ്മുടെ മെയിൻ താരം. ഞാനിത് കോരി കുടിക്കും, പറയുന്നതിനിപ്പോൾ എന്താ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പം കുറേ വിളമ്പി. ചക്കക്കുരും ചെമ്മീനും മാങ്ങയും കൂടെയുള്ള കറി സൂപ്പറാണ്, കഴിച്ചിട്ടുള്ളവർക്കറിയാം അല്ലേ. അപ്പോൾ ഇത്രയും വിളമ്പി വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാങ്ങാച്ചമ്പന്തി വെച്ചില്ല എന്നുള്ള ഒരു കാര്യം ഓർത്തത്. പിന്നെ വേഗം പോയി എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഉരുട്ടി അത് ആ സൈഡിൽ വെച്ചു കേട്ടോ. അത് കണ്ടോ, ഇങ്ങനെ ഒരു ഊണ് വല്ലപ്പോഴും ഒരിക്കല്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ചോറ് കഴിക്കുന്ന ആളല്ല. ഇതെനിക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ലേ? അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ ഒരു ഊണ് ഇടയ്ക്ക് തയ്യാറാക്കി ഇഷ്ടമുള്ള കറികൾ വെച്ചിട്ട്, നമ്മുടെ നൊസ്റ്റാൾജിക് ചെറുപ്പത്തിലെ ആ ഒരു ഓർമ്മയൊക്കെ വെച്ചിട്ടുള്ള കറികൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ കഴിക്കുക. നമ്മുടെ മനസ്സ് നിറയും. വയറ് നിറയുന്നതിനേക്കാൾ ഏറെ ഇത് കാണുമ്പോൾ മനസ്സ് നിറയുകയാണ് ചെയ്യുന്നല്ലേ. അപ്പോൾ താങ്ക് യു.